നമസ്കാരം. ജാതക കഥകളിലെ 114 കഥ കാളയുടെ പ്രസവം. പിന്നീട് സേനകൻ മറ്റൊരു പരീക്ഷണമാണ് നടത്തിയത്. കൊട്ടാരത്തിലെ കാളയ്ക്ക് മൂക്കുമുട്ടെ തീറ്റയും വെള്ളവും കൊടുത്ത് അതിൻ്റെ പള്ള നന്നായി വീർപ്പിച്ചു. വീർത്ത വയറിലുമെല്ലാം മഞ്ഞൾ തേച്ച് പിടിപ്പിച്ചു. നിറം വരുത്തി, എണ്ണ പുരട്ടി മിനുക്കി, കൊമ്പുകൾ രാഗി മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ആ കാളയെ യവമജ്ജക ഗ്രാമത്തിലേക്ക് കൊടുത്തയച്ചു. കൂടെ ഒരു സന്ദേശവും കൊടുത്തുവിട്ടു. ഇതാ രാജാവിൻ്റെ കാളക്കൂറ്റൻ പ്രസവിക്കാറായിട്ടുണ്ട്. നിങ്ങൾ അപകടമൊന്നുമുണ്ടാവാതെ അതിൻ്റെ പ്രസവമെടുത്ത് കാളയെയും കുട്ടിയെയും കൊട്ടാരത്തിലെത്തിക്കണം. അല്ലെങ്കിൽ 1000 പണം പിഴ. സേനകൻ്റെ നിർദ്ദേശം കേട്ട് ഗ്രാമക്കാർ ആകെ അന്ധാളിച്ചു. അവർ ബോധിസത്വൻ്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബോധിസത്വൻ പറഞ്ഞു, രാജാവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യവും ബുദ്ധിയുമുള്ള ഒരാളെ വിളിച്ചു കൊണ്ടുവരൂ. അവർ അതിനു പറ്റിയ ഒരാളെ ബോധിസത്വൻ്റെ അടുത്തെത്തിച്ചു. അപ്പോൾ ബോധിസത്വൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ കൊട്ടാരത്തിൻ്റെ ഗോപുരവാതിലിൽ ചെന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്യണം. രാജാവ് ഒഴിച്ച് ആര് കാര്യം അന്വേഷിച്ചാലും കരയുകയേ ആവാവൂ, ഒന്നും പറയരുത്. അപ്പോൾ നിങ്ങളെ രാജാവിൻ്റെ മുന്നിലെത്തിക്കും. എന്താണ് കാര്യമെന്ന് രാജാവ് അന്വേഷിക്കും. അപ്പോൾ പറയണം, പ്രഭോ, 7 ദിവസമായി എൻ്റെ അച്ഛൻ പ്രസവ വേദന കൊണ്ട് പുളയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസവം അപകടമില്ലാതെ നടത്തിത്തരണേ എന്ന്. ബോധിസത്വൻ നിർദ്ദേശിച്ചതുപോലെ അയാൾ കൊട്ടാരത്തിലെത്തി കരഞ്ഞു നിലവിളിച്ചു. രാജാവ് കാര്യമന്വേഷിച്ചപ്പോൾ ബോധിസത്വൻ പറഞ്ഞിരുന്നതുപോലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് കോപം വന്നു. അദ്ദേഹം ചോദിച്ചു, തനിക്ക് ഭ്രാന്തുണ്ടോ? ആണുങ്ങൾ പ്രസവിക്കുമോ? വിഡ്ഢിത്തം പറയാതെടോ. അത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, പ്രഭോ, എങ്കിൽ അങ്ങ് എന്തിനാണ് കാളയുടെ പ്രസവമെടുക്കാൻ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് അയച്ചത്? അപ്പോൾ എന്താണ് കാര്യമെന്ന് രാജാവ് തിരക്കി. അയാൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. സേനകൻ ബോധിസത്വനെ പരീക്ഷിച്ചതാണെന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, ഇവിടെ വന്ന് അച്ഛന് പ്രസവവേദനയാണെന്ന് പറയാൻ ആരാണ് പറഞ്ഞു വിട്ടത്? ബോധിസത്വനാണോ? അതെ, രാജാവിനെ കാണാൻ വന്നയാൾ സമ്മതിച്ചു. അത് കേട്ട് രാജാവിന് സന്തോഷമായി. നന്ദി.